ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇനി മത്തൻ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. കറി വെക്കലൊന്ന് ഒഴിവാക്കി പിടിച്ചിട്ട് നമുക്ക് ആ മത്തൻ വെച്ചൊരു പായസം ഉണ്ടാക്കി നോക്കിയാലോ? ചിലപ്പോൾ ചിലർ പോലും അത് കേട്ടിട്ടുണ്ടാവില്ല, എന്നാൽ ചിലരൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. ഈ പായസം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളിത് മത്തനാണെന്ന് പറയുന്നവരെ അവർക്ക് ഇത് എന്ത് പായസമാണെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ ഡിഫറെൻ്റ് ആണ്. നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവത്തേ ഇല്ല. അപ്പം നമുക്ക് ഈ മത്തൻ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടുത്തെ ഒരു കുഞ്ഞി മത്തൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കണി വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഒരുവിധ ആൾക്കാർക്കൊന്നും മത്തൻ പിടിക്കില്ല. അപ്പം ഞാൻ വിചാരിച്ചത് വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ പായസം ഉണ്ടാക്കി കൊടുത്താൽ കറി വെച്ച് കഴിക്കാത്തൊരു ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നോക്കുക. അതിന് വേണ്ടി ഞാൻ ഈ മത്തൻ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അരിയുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം, കാരണം നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ്. പിന്നെ വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതാക്കി അരിയാം കേട്ടോ. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു 3 വിസിലിന് വേവാൻ വയ്ക്കാം. അതവിടുന്ന് വന്നോട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മധുരം ആക്കുക കേട്ടോ. പഞ്ചസാര എല്ലാം എടുക്കുന്നത് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. അപ്പോൾ 4 ശർക്കര എടുത്തിട്ട് ഞാനിത് പാവ് കാച്ചാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം, 1-ാം പാലും 2-ാം പാലും വേണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തേങ്ങ ചിരക്കി സൈഡിൽ എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ കുക്കറിലൊക്കെ വിസിൽ വന്ന് അടിപൊളിയായി നമ്മളെ മത്തനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിസിലൊക്കെ നല്ലപോലെ പോയി കളഞ്ഞ ശേഷം മാത്രം തുറക്കുക. എന്നിട്ട് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്നുണ്ടാവും. ആ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം കേട്ടോ. ഊറ്റിക്കളഞ്ഞ ശേഷം നല്ലപോലെ നമ്മൾ തവി വെച്ച് ഉടച്ച് കൊടുക്കുക. വേഗം തന്നെ ഉടയും, കാരണം നന്നായി വന്നതായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഉടച്ചതാ ഈ ഒരു പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി അതിലേക്ക് നമ്മുടെ ശർക്കര പാവ് കാച്ചാൻ വെച്ചത് അരിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും ശർക്കര നമ്മൾ അരിച്ചിട്ട് ഒഴിക്കണം, കാരണം ചിലപ്പോൾ അതിൽ കല്ലോ കാര്യങ്ങളോ ഉണ്ടാവും. അപ്പോൾ അരിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് തള വരാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ തള വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ 2-ാം പാലില്ല, 2-ാം പാലും കൂടി എടുത്തൊഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് തള വരാൻ വേണ്ടി വെക്കുക കേട്ടോ. തള വന്ന് കഴിഞ്ഞതാ നമ്മുടെ 1-ാം പാലും കൂടി എടുത്തൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ചാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം ഒരു 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുതിരി ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇല്ല, അതൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എനിക്ക് തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് മുതിരി ഞാൻ മൂപ്പിച്ചിട്ടും ഇടുന്നില്ല കേട്ടോ. എനിക്ക് മൂപ്പിച്ചിട്ട് അത്ര ഇഷ്ടമല്ല. നമ്മൾ വേറെ നെയ്യ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. ഈ മുന്തിരി പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മത്തൻ പായസം വളരെ എളുപ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇതൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം പിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കുറുകിയും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമായി ലൂസായി വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ തണുത്ത ശേഷം നമുക്കൊരു ബൗളിലേക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ്. നിങ്ങൾ മത്തൻ വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്. അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ടാറ്റാ.